ഗന്ധർവൻ മനുഷ്യനും ദിവ്യലോകത്തിനുമിടയിൽ ഒരു രഹസ്യാത്മാവ്. നമസ്കാരം സ്നേഹിതങ്ങളെ. നമ്മുടെ തൂമഞ്ഞുകളും താറാവുകളും നിറഞ്ഞ നാട്ടിൻപുറങ്ങളെ വണ്ടിൽപ്പാട്ടിൽ കേട്ടു വളർന്ന ഒരുപാട് പേരുടെ മനസ്സിൽ അതിവിശിഷ്ടമായ ഒരു രൂപം, അതാണ് ഗന്ധർവൻ. ഗന്ധർവൻ ഒരു ദൈവിക ചാരിത്രം. സ്വർഗത്തിൽ സംഗീതത്തിലൂടെ ദേവതകളെ ആനന്ദിപ്പിക്കുന്ന ദൈവദൂതൻ. പക്ഷെ നമ്മൾക്ക് എന്തിനാണ് ഇവനെപ്പറ്റി ഇത്രയും ആകാംക്ഷ? ഇവൻ ഒരുപാട് കഥകളിൽ മനുഷ്യരൂപത്തിൽ ഭൂമിയിൽ വരുന്ന ദേവനാണ്. കാവ്യങ്ങളിലെ, കഥകളിലെ, ചലച്ചിത്രങ്ങളിലെ പ്രണയത്തിന്റെ, സംഗീതത്തിന്റെ പ്രതീകം. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പുരാണങ്ങളിൽ നിന്ന് തുടങ്ങി ഇന്നലെ വരെ മലയാള സിനിമകളിലും നാടകങ്ങളിലും ഗന്ധർവൻ എന്നും ആകർഷണീയമായ കഥാപാത്രമായിരുന്നു. ഗന്ധർവൻ എന്തുകൊണ്ട് ജനങ്ങളോട് ഇത്രയും അടുത്തായി പോകുന്നത്? അവൻ സ്വതന്ത്രനാണ്. അവൻ സംഗീതത്തിന്റെ ആത്മാവാണ്. അവൻ സ്നേഹത്തിന്റെ പൂർണ്ണ രൂപമാണ്. അവൻ ഭൂമിയിലും സ്വർഗത്തിലും ഒരുപോലെ ജീവിക്കുന്ന പ്രതീകമാണ്. ഒരു ഗന്ധർവനെ നമ്മൾ ഇന്ന് കാണുമ്പോൾ അതിൽ ഒരുപാട് കാവ്യാത്മകതയും ഉള്ളിൽ നിന്നുയരുന്ന പ്രണയബോധവുമാണ് നമ്മളെ ആകർഷിക്കുന്നത്. അതുകൊണ്ടാണ് ഗന്ധർവൻ എന്ന കഥാപാത്രം കാലം മാറിയാലും മനസ്സിൽ ഇടം പിടിക്കുന്നത്. നിങ്ങളിൽ ആരെങ്കിലും ഗന്ധർവനെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അമ്മമാരിൽ നിന്നോ അമ്മുമ്മമാരിൽ നിന്നോ ഗന്ധർവനെ കുറിച്ചുള്ള കഥകൾ കേട്ടിട്ടുണ്ടോ? കമന്റ് ചെയ്യൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. നമുക്കിനി വരാനിരിക്കുന്ന വീഡിയോകളിൽ കൂടി കൂടുതൽ രസകരമായ കാര്യങ്ങൾ വിശകലനം ചെയ്യാം. ഇനി കാണും വരെ ഇത് നിങ്ങളുടെ സ്വന്തം ചാനൽ. നന്ദി.